വെച്ചാൽ എല്ലാവരും ഹാപ്പി ആവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശരിയായ ബൗണ്ടറിയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആരെങ്കിലും ഒരാൾ അപ്സെറ്റ് ആവാതിരിക്കില്ല. ഒരുപാട് മദേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. എനിക്ക് എൻ്റെ മദർ ഇൻ ലോനോടും ജോലി സ്ഥലത്ത് എന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരോടും എൻ്റെ വീട്ടിൽ തന്നെ എന്നോട് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ബൗണ്ടറി വെക്കണം. പക്ഷെ ആരും ഹേർട്ട് ആവരുത്. ഇവിടെ ഒരു സത്യമുണ്ട്. ബൗണ്ടറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ് ഡയലോഗ് അല്ല. ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ഇനി നമ്മളെ ബിട്രേ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ്റെ ബേസിസിലാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ലെവലിലോ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെക്കാൾ താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാരോ ഹസ്ബൻഡോ കുട്ടികളോ അവരുടെ അടുത്ത് നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്റെസ്പെക്റ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ബൗണ്ടറി. പക്ഷേ നിങ്ങളെക്കാൾ പവറുള്ള ആൾക്കാർ, നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ മദർ ഇൻ ലോ, അവിടെ ബൗണ്ടറി ഇതേ സ്റ്റൈലിൽ വെക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിക്വസ്റ്റ് ആണ്. എനിക്കിത് കംഫർട്ടബിൾ അല്ല, വേറൊരു രീതിയിൽ പറയാവോ, വേറൊരു രീതിയിൽ ചെയ്യാവോ. ദാറ്റ്സ് എ റിക്വസ്റ്റ്. എല്ലായിടത്തും ബൗണ്ടറി ഒരുപോലെ അല്ല. ചിലയിടത്ത് ഫേം ആയിട്ട് പറയുന്നതായിരിക്കും, ചിലയിടത്ത് റിക്വസ്റ്റ് ആയിരിക്കും. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്താ? സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങൾ ബൗണ്ടറി വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലുമൊക്കെ ഡിസപ്പോയിൻ്റ് ആവുകയും ചെയ്യും, ആരെങ്കിലുമൊക്കെ അപ്സെറ്റ് ആവുകയും ചെയ്യും. കാരണം ടോക്സിക് ആയ ആൾക്കാർക്ക് നിങ്ങളുടെ സൈലൻസ് ഇഷ്ടമല്ല, അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബൗണ്ടറി വെക്കും, പക്ഷെ അതുകൊണ്ട് ആരും ഹേർട്ട് ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ ബൗണ്ടറി വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ടെമ്പററി പീരീഡ് ഓഫ് ടൈമിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ബൗണ്ടറി വെച്ചിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് പെർമനൻറ്റ് പെയിൻ ഇൻ യു. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, ആൾക്കാർക്കൊരു ടെമ്പററി ഡിസപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർമനൻറ്റ് പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണോ ബെസ്റ്റ് എന്ന്. എപ്പോഴും ഹെൽത്തി ബൗണ്ടറീസ് വെക്കുന്ന മദറിനാണ് കാം ആവാൻ പറ്റുക. എ കാം മദർ ക്യാൻ ബ്രിങ് ദ സേഫ്റ്റി ഇൻ ദെയർ ഹോം. If you really want to know how to keep healthy boundaries, come and attend my workshop. Comment B below and I'll provide the registration link with you.